മുത്തപ്പനും ചന്ദനും തമ്മിലുള്ള ആത്മബന്ധം മറ്റൊരു കഥയാണ്. മുത്തപ്പൻ പുരളിമലയിലേക്ക് പുറപ്പെടും മുമ്പേയുള്ള സംഭവമാണത്. കല്ലായിക്കൊടി, പുല്ലായിക്കൊടി, എളോരാൻ, മൂത്തോരാൻ, നൂറ്റടക്കൻ എന്നിങ്ങനെ 5 ഇല്ലങ്ങളിലൂടെയുള്ള അടിയാന്മാരിൽ മൂത്തോരാൻ വിഭാഗത്തിലുള്ള ചന്ദൻ ഒരു ദിവസം കള്ളു ചെത്താൻ പോയപ്പോൾ പനയുടെ മുകളിലുള്ള കാഴ്ച കണ്ട് അന്തം വിട്ടു. നരച്ച താടിയും മുടിയുമുള്ള ഒരു വൃദ്ധരൂപം പനയുടെ മുകളിലിരുന്ന് കള്ളുകുടിച്ച് ഉല്ലസിക്കുന്നു. കലിപൂണ്ട ചന്ദൻ ആ രൂപത്തെ നോക്കി അമ്പു തൊടുത്തു. അടുത്ത നിമിഷം തന്നെ ചന്ദൻ കല്ലായി പറഞ്ഞു. ഉച്ചച്ചത്തിന് പോയ ചന്ദൻ അന്തിച്ചെത്ത് കഴിഞ്ഞിട്ടും വരാതായപ്പോൾ ചന്ദന്റെ ഭാര്യ അന്വേഷിച്ചിറങ്ങി. മധുവൻ പനച്ചോട്ടിൽ ഭർത്താവ് കല്ലായി മറഞ്ഞു കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പനമുകളിലേക്ക് നോക്കിയപ്പോൾ അസാധാരണ തേജസ്സുള്ള ഒരു ദിവ്യ പുരുഷനെ അവൾ കണ്ടു. അതൊരു സാധാരണ മനുഷ്യനിൽ നിന്ന് കണ്ടപാടെ മനസ്സിലായ അടിയാത്തി എന്റെ മുത്തപ്പ എന്ന് നീട്ടി വിളിച്ചു. എന്നിട്ട് തോറ്റംപാട്ടിൽ പറയുന്ന വിധം ഇങ്ങനെ പ്രാർത്ഥിച്ചു: വാഴ്ക പൊലിക പൊലിക പൊന്മുത്തപ്പ, അറിയാതെ ചന്ദൻ പിഴച്ചതെങ്കിൽ അറിവിൽ പിഴദണ്ഡം ഞാൻ ചെയ്തോളാം. ചന്ദനെ പണ്ടേ പോൽ കണ്ടുവെന്നാൽ അകത്തൂർ അറപൂജ ഞാൻ തരുവേൻ, പുറത്തൂർ വെള്ളാട്ടം, തിരുവപ്പന, മറയൂട്ട് മധുകലശവും. അടിയാത്തിയുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ മുത്തപ്പൻ ചന്ദന് പുനർജീവൻ നൽകി. കല്ലിൽ നിന്ന് സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്ന ചന്ദൻ അന്നു മുതൽ മുത്തപ്പന്റെ ആശ്രിതനായി ജീവിതം കഴിച്ചുകൂട്ടിയെന്നാണ് ആ കഥ. മുത്തപ്പൻ അവസാന കാലത്ത് തപസ്സിരിക്കുകയും തിരോഭവിക്കുകയും ചെയ്ത കുന്നത്തുർപ്പാടിയിൽ എല്ലാ വർഷവും അടിച്ചു തെളിച്ച് പന്തൽ കെട്ടി മുത്തപ്പ ആരാധനയ്ക്ക് തുടക്കം കുറിച്ചത് അടിയാൻ സമുദായത്തിലുള്ള ചന്ദനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. വൃദ്ധനായ ശേഷം ഒരു ദിവസം മടയിലേക്ക് കയറിപ്പോയ ചന്ദൻ തിരിച്ചു വന്നില്ല. ചന്ദന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പൂജ തുടർന്നു. ഇപ്പോഴും കുന്നത്തുർപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് മുത്തപ്പ പുരാവൃത്തത്തിൽ പറയുന്ന അടിയാന്മാർ കൂടുതലായുള്ളത്. ചരിത്രപരമായി കണ്ണൂർ ജില്ലയിലെ വളരെ പഴയ ഒരു ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നാണത്. അവർക്കിപ്പോഴും ആദിവാസി വിഭാഗം എന്ന പദവി ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്.